ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗണപതി ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം ആണ്. പിന്നെ അതിൻ്റെ മോൾഡും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അത് ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അത്ര തന്നെ വെള്ളവും കൂടി എടുക്കുക. പിന്നെ തേങ്ങ വേണം, ശർക്കര വേണം, പിന്നെ ഞാനിവിടെ അവലും കൂടി എടുക്കുന്നുണ്ട്, അത് ഓപ്ഷനാണ്. പിന്നെ ഏലക്കായും കുറച്ച് ജീരകം പൊടിച്ചതും കൂടിയിട്ട് നമുക്കിനി അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. ഇനി നമുക്കൊരു സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. തിളക്കുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണ് നെയ്യും പിന്നെ ഈ മാവ് കുഴക്കാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഒന്ന് അരിപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിപ്പൊടി എടുത്തൊഴിച്ച് അടുപ്പിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കിയിട്ട് ചെയ്യാറുണ്ട്. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3-4 മിനിറ്റ് മാറ്റി വെക്കാം, അടച്ച് മാറ്റി വെക്കാം. കാരണം അതിൻ്റെ ഒരു സ്റ്റീമൊക്കെ താഴേക്ക് പോയിട്ട് അതൊന്ന് സെറ്റാകും. ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങ മീൻസ് നമ്മുടെ നോർമൽ ഒരു തേങ്ങയുടെ 1/2 മുറി തേങ്ങ, 1 കപ്പ് തേങ്ങയുടെ അളവ് കറക്റ്റ്. അപ്പോൾ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഒരുപാടൊന്ന് റോസ്റ്റ് ചെയ്യാൻ, അതിൻ്റെ ഒരു വെള്ളപ്പറ്റ് ആ ഒരു വെള്ളമയം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെളുത്ത അവൽ എടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനാണ്. അതും കൂടി ഇടുമ്പോൾ നമുക്കൊരു ക്രിസ്പിനെസ്, നല്ലൊരു ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ശർക്കര ചീകിയത്, നമ്മളെ നാട്ടിൽ വെല്ലം എന്നും പറയും, ഇത് 1 കട്ട വെല്ലം ആണ് എടുത്തിരിക്കുന്നത്. അത് ചീകിയപ്പോൾ 1/2 കപ്പും കുറച്ചും കൂടിയുണ്ട്, ഞാൻ 1/2 കപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇത്രയും ഒരു അളവുള്ള വെല്ലം. ഇനി അതൊന്ന് ശർക്കര ഒന്ന് മെൽട്ടായി അതുമായിട്ടൊന്ന് ആ ഒരു മധുരം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് ഏകദേശം ഒന്ന് റെഡിയായി. അതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി അത് ഒരുമിച്ചാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വിട്ടുപോയി കാണിക്കാൻ. ഇനി നമ്മുടെ ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇപ്പം ഈ ഒരു നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. മാവൊക്കെ നല്ല വെന്ത് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ഡോ ആക്കി വെച്ചു. ഇനി നമുക്ക് ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് മോദകം ഉണ്ടാക്കാം. മോദകത്തിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ടയുടെ ആ ഒരു കൈ വെച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാം. മോൾഡ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു പെർഫെക്റ്റ് ആവും. ഇനി സ്റ്റീം ചെയ്യേണ്ട പാത്രത്തിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത്, ഇത് മോദകത്തിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഇങ്ങനെയൊരു മോൾഡ് എടുത്ത് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ അകത്തും കുറച്ച് നെയ്യ് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാകും. അതിനുശേഷം അത് ക്ലോസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ആണി പോലെയുള്ള സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഈ മോൾഡിലേക്ക് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെ നടുഭാഗത്ത് കുറച്ച് ഹോളുള്ള വിധത്തിൽ ആ ഒരു മോൾഡിൻ്റെ വശങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് നടുഭാഗത്ത് വെച്ച് പിന്നെ വേറെയൊരു കുറച്ച് മാവും കൂടി എടുത്ത് അതിൻ്റെ ടോപ്പിൽ നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്യാം. ശേഷം ആ മോൾഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള മോദകം കിട്ടും. നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെഡിയായി. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെക്കാം. ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 9 മോദകം, ഇത് കുറച്ചും കൂടി വലിയൊരു മോൾഡാണ്. നമുക്ക്
9 മോദകമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് 10-15 മോദകം വരെ ഉണ്ടാക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മോൾഡാണ്. ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റീമർ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 8-10 മിനിറ്റ്, കാരണം ഇത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള മോൾഡ് ആയതുകൊണ്ട് 10 മിനിറ്റ്, ചെറിയതാണെങ്കിൽ 5-6 മിനിറ്റ് ഉണ്ടാവും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോദകം റെഡി ആയിട്ടുണ്ടാകും. നമുക്കതൊന്ന് സ്റ്റീമറിൽ നിന്ന് മാറ്റി നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റി വെച്ച് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള ഫെസ്റ്റീവ് സമയത്ത് മാത്രമല്ല, നോർമൽ സമയങ്ങളിലൊക്കെ നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നല്ല ഹെൽത്തിയായ, എന്നാൽ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒരു മധുരവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.